നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. തമിഴിലും തെലുങ്കിലും പിന്നീട് മലയാളത്തിലും മിന്നിത്തിളങ്ങി നിന്ന നായിക നടിയായിരുന്നു സുകന്യ. അഭിനയ ജീവിതത്തിന്റെ ഉച്ചകോടിയിൽ നിൽക്കുമ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയും ഏതാനും മാസങ്ങൾക്ക് ശേഷം ആ ബന്ധം അവസാനിപ്പിക്കുകയും അതോടെ ദാമ്പത്യ ജീവിതം വെറുത്ത സുകന്യ എന്ന 54-കാരി ഇന്ന് തനിച്ചാണ്. ഈ എപ്പിസോഡ് സുകന്യയെ കുറിച്ചുള്ള അനുഭവങ്ങളായിക്കോട്ടെ. സുകന്യയുടെ രണ്ടാമത്തെ ചിത്രം ഞാനായിരുന്നു സംവിധാനം ചെയ്തത്. നമ്മുടെ ഇൻ ഹരിഹർ നഗർ എന്ന സിനിമയുടെ റീമേക്കായ MGR നഗറിൽ എന്ന തമിഴ് സിനിമ. സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ RB ചൗധരിയായിരുന്നു അതിന്റെ നിർമ്മാതാവ്. തമിഴ് സിനിമാ ലോകത്തെ മുടിചൂടാമന്നനായ ഭാരതി രാജ കണ്ടെത്തിയ പുതുമുഖ നായികയായിരുന്നു സുകന്യ എന്ന നടി. അദ്ദേഹത്തിന്റെ പുതുനെല്ല് പുതുനാത്ത് എന്ന ചിത്രത്തിലെ നായികയായിരുന്നു അവർ. അന്ന് മദ്രാസിലെ കലാക്ഷേത്ര നൃത്ത വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനിയായിരുന്നു അവർ. ഭാരതി രാജയുടെ പുതുനെല്ല് പുതുനാത്ത് എന്ന ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കൂടെയുണ്ട്. ഒരിക്കൽ ആലപ്പുഴയിൽ ഞാനുള്ളപ്പോൾ ഒരു ദിവസം രാവിലെ സംവിധായകൻ ഫാസല് എന്നെ ഫോൺ വിളിക്കുന്നു. അദ്ദേഹം പറയുന്നു, നീ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്റെ വീട്ടിൽ നിന്ന് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മോടൊപ്പം ഒരു ഗസ്റ്റുമുണ്ട്, ഭാരതി രാജ എന്ന സംവിധായകനാണ് എന്നും പറഞ്ഞു. അപ്രകാരം ഞാൻ രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുമ്പോൾ അവിടെ ഭാരതി രാജ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിന് ആലപ്പുഴയുള്ള കുട്ടനാട് ഉദയ സ്റ്റുഡിയോ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കാണിക്കുന്നു. എന്നാൽ അദ്ദേഹം വന്നത് ആലപ്പുഴ കാണാനായിരുന്നില്ല. ഭാരതി രാജ എന്ന സംവിധായകൻ വന്നത് ഫാസലിനെ അദ്ദേഹത്തിന്റെ ഈ ചിത്രത്തിൽ നായകനാക്കാൻ വേണ്ടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു. അന്ന് ഫാസിൽ തമിഴ്നാട്ടിൽ തിളങ്ങി നിൽക്കുന്ന സമയം കൂടിയായിരുന്നു. എന്നാൽ ഫാസിൽ ആ ക്ഷണം, ആ ഓഫർ അദ്ദേഹത്തിന്റെ തിരക്ക് കാരണം സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരുപക്ഷെ അതിൽ അഭിനയിച്ചിരുന്നെങ്കിൽ സുകന്യയുടെ ആദ്യ നായകൻ ഫാസിലായേനെ. ഒരുപക്ഷെ ഫാസിൽ തമിഴ്നാട്ടിലെ ഒരു താരമായി മാറാനും സാധ്യതയുണ്ടായിരുന്നു. പുതുനെല്ല് പുതുനാത്ത് എന്ന ഭാരതി രാജ ചിത്രം തിയേറ്ററിൽ ഓടുന്ന സമയത്ത് RB ചൗധരി സാറ് എന്നോട് പറയുകയുണ്ടായി, ആ സിനിമ നിങ്ങളൊന്ന് തിയേറ്ററിൽ പോയി ഒന്ന് കാണണം, അതില് ഒരു പുതുമുഖ നായികയുണ്ട്, ആ നായിക നമ്മുടെ സിനിമയ്ക്ക് അനുയോജ്യമാകുമോ എന്നൊന്ന് നോക്കാൻ പറഞ്ഞു. അതനുസരിച്ച് ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയി കാണുകയുണ്ടായി. ആ സിനിമയിലെ പുതുമുഖ നായികയോടൊപ്പം അതിലെ പുതുമുഖ വില്ലനും എന്റെ മനസ്സിൽ പതിയുകയുണ്ടായി. പുതുമുഖ നായിക സുകന്യയും പുതുമുഖ വില്ലൻ നെപ്പോളിയൻ എന്ന നടനുമായിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാം, മോഹൻലാലിന്റെ ദേവാസുരം എന്ന ചിത്രത്തിലെ വില്ലനായി വന്ന നെപ്പോളിയൻ. അദ്ദേഹം പിന്നീട് കേന്ദ്ര മന്ത്രിയാവുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേരെയും എന്റെ തമിഴ് ചിത്രത്തിലേക്ക് കാസ്റ്റ് ചെയ്തു. രണ്ടുപേരുടെയും രണ്ടാമത്തെ ചിത്രമായിരുന്നു MGR നഗറിൽ എന്ന തമിഴ് സിനിമ. അതിനുശേഷം ഞാൻ സുകന്യയുടെ വീട്ടിൽ ചെന്ന് നേരിൽ കാണുകയും കഥ പറയുന്നതിന് പകരം ഇൻ ഹരിഹർ നഗറിന്റെ ഒരു വീഡിയോ കാസറ്റ് അവർക്ക് കാണാൻ കൊടുക്കുകയും ചെയ്തു. പിന്നീട് കാസറ്റ് കണ്ട് അവർ കഥാപാത്രത്തെ ഉൾക്കൊണ്ട ശേഷം അവർക്ക് ധരിക്കേണ്ട കോസ്റ്റ്യൂംസിനെ കുറിച്ച് ഡിസ്കഷൻ വന്നു. ഞാൻ പറഞ്ഞ്, ഒന്നും തയ്ക്കുകയൊന്നും വേണ്ട, സുകന്യക്ക് എല്ലാം റെഡിമെയ്ഡ് ആയിട്ട് ഡ്രസ്സുകൾ എടുക്കാം എന്ന് പറഞ്ഞ് ഞാൻ തന്നെ അവരെ ടി നഗറിലുള്ള നായിഡു ഹാൾ എന്ന ടെക്സ്റ്റൈലിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ തന്നെ അവരുടെ അളവിനുള്ളതെല്ലാം സെലക്ട് ചെയ്യുകയാണ് ഉണ്ടായത്. നെപ്പോളിയൻ എന്റെ ഫ്ലാറ്റിലേക്ക് വന്ന് എന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് കാസറ്റ് വാങ്ങിയത്. ഇൻ ഹരിഹർ നഗറിലെ ഋഷഭാവ ചെയ്ത റോളാണ് നെപ്പോളിയൻ എന്റെ സിനിമയിൽ ചെയ്തത്. അങ്ങനെ ഷൂട്ടിംഗ് ആരംഭിച്ചു. സുകന്യ സെറ്റിലേക്ക് വരുമ്പോൾ ഒരു പുഞ്ചിരിയോടുകൂടിയാണ് എപ്പോഴും കടന്നു വരുന്നത്. അവർ വരുമ്പോൾ അവരുടെ കൂടെ എപ്പോഴും അമ്മയോ അവരുടെ ചേച്ചിയോ കൂടെ ഉണ്ടാകും. ഇൻ ഹരിഹർ നഗറിന്റെ കാസറ്റ് കണ്ട് ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട കാരണം നമുക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പവുമായി ഗുണവുമായി. സുകന്യ ഒരു വലിയ നർത്തകി മാത്രമല്ല, അവർ നല്ലൊരു ഗായികയും അതുപോലെ തന്നെ അവർ സംഗീത സംവിധായികയും കൂടെയാണ്. എൻ്റെ ഈ സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് അവർക്ക് ചിന്ന കൗണ്ടർ എന്ന വിജയകാന്ത് ചിത്രത്തിലേക്കുള്ള വിളി വരുന്നത്. സുകന്യയെ ചിന്ന കൗണ്ടർ എന്ന ചിത്രത്തിലേക്ക് അയക്കുന്നതിനായി എനിക്ക് 4-5 ദിവസം കണ്ടിന്യൂസ് ആയി ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്യേണ്ടതായിട്ടും വന്നു. പിന്നീട് ഓരോരോ സിനിമകൾ കഴിയും തോറും അവരുടെ തിരക്കുകൾ വർദ്ധിച്ച് അവർ തമിഴ് സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളായി മാറി. തമിഴിൽ മാത്രമല്ല, ഒപ്പം തെലുങ്ക് ചിത്രത്തിലും അവർ തിരക്കായി. ഏതാനും വർഷങ്ങൾക്ക് ശേഷമാണ്
അവർ മലയാളത്തിലേക്ക് ചേക്കേറിയത്. അങ്ങനെ അവർ സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോൾ ശ്രീധർ രാജഗോപാൽ എന്ന ഒരു അമേരിക്കൻ ബിസിനസ്സുകാരനുമായി വിവാഹം നടക്കുന്നു. സിനിമയിലെ പണവും പ്രശസ്തിയും എല്ലാം ഉപേക്ഷിച്ച് തനിക്കൊരു കുടുംബിനിയായി കഴിയണമെന്നും തനിക്കുണ്ടാവുന്ന കുട്ടികളെയും വളർത്തി നല്ലൊരു അമ്മയും ഭാര്യയുമായി ജീവിക്കണമെന്നുള്ള മോഹന സ്വപ്നവുമായി ഭർത്താവിനോടൊപ്പം അവർ അമേരിക്കയിലേക്ക് പറന്നു. എന്നാൽ അവരുടെ എല്ലാ മോഹങ്ങളെയും തച്ചുടച്ചുകൊണ്ട് അവിടെ അവരെ കാത്തിരുന്നത് കൊടിയ പീഡനങ്ങളായിരുന്നു. അങ്ങനെ പീഡനങ്ങൾ സഹിച്ച് തീർക്കേണ്ടതല്ല തന്റെ ജീവിതമെന്ന് തീരുമാനമെടുത്ത ശേഷം അവർ ഏതാനും മാസങ്ങൾക്ക് ശേഷം അവിടെ നിന്നും തിരിച്ചു വരികയാണ് ചെയ്തത്. പിന്നീട് അവർ താമസിയാതെ വിവാഹമോചിതയുമായി. അമേരിക്കയിൽ നിന്നും തിരികെ വന്ന സുകന്യ വീണ്ടും സിനിമയിൽ തുടർന്നുവെങ്കിലും പഴയ പ്രതാപവും പേരുമൊന്നും തിരികെ കിട്ടിയില്ല. മലയാളികൾക്കും മറക്കാനാകാത്ത ഒരുപിടി നല്ല ചിത്രങ്ങൾ സുകന്യ നൽകിയിട്ടുണ്ട്. ചന്ദ്രലേഖയിൽ മോഹൻലാലിന്റെ കരണത്തടിക്കുന്ന ആ സീൻ ഇപ്പോഴും ട്രോളുകളായിട്ട് ഇറങ്ങാറുണ്ട്. ഇതിനിടെ തമിഴ്നാട്ടിലെ പ്രശസ്തനായ ഒരു യൂട്യൂബർ ഭയൽമാൻ രംഗനാഥൻ ഇടിത്തി പോലുള്ള ഒരു വാർത്ത പുറത്തുവിടുകയുണ്ടായി. സുകന്യ തമിഴ്നാട്ടിലെ ഒരു യുവമന്ത്രിയുടെ കൂടെയാണ് ജീവിക്കുന്നത് എന്നുള്ളതായിരുന്നു ആ വാർത്ത. ഇതങ്ങ് സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായി മാറി. ഇതെല്ലാം കേട്ട് സുകന്യ തകർന്നില്ല, പതറിയില്ല. എല്ലാ യൂട്യൂബർമാർക്കെതിരെയും അവർ കേസ് ഫയൽ ചെയ്തു നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു. അങ്ങനെ വ്യാജ പ്രചാരകരെല്ലാം സുകന്യയുടെ മുമ്പിൽ മുട്ടുമടക്കി. കുറെ നാൾക്ക് ശേഷം വീണ്ടും അടുത്ത വാർത്ത എത്തുന്നു. അത് ഫോട്ടോ സഹിതം, വീഡിയോ സഹിതം, തെളിവ് സഹിതം എത്തുന്നു. സുകന്യ ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുത്തുവെന്നും ഒരു പെൺകുട്ടിയുടെ അമ്മയാണെന്നുമുള്ള വാർത്ത. പക്ഷേ ഈ വാർത്തക്കെതിരെ അവർ കേസിന് പോയില്ല. ആ വാർത്ത അവർക്ക് ആനന്ദം നൽകി, മനസ്സിന് സന്തോഷം നൽകി. കുട്ടികളില്ലാത്ത തനിക്ക് തൻ്റെ ചേച്ചിയുടെ ഏക മകളുടെ അമ്മയാകാൻ കഴിഞ്ഞതിൽ സന്തോഷവും അഭിമാനവും തോന്നി. ആ കുട്ടിക്കും സന്തോഷമാണ് ഉണ്ടായത്. ആ മോള് പറഞ്ഞു, ഐ ആം പ്രൗഡ് ഓഫ് യു എന്ന് സുകന്യയോട് പറഞ്ഞു. ഈയിടെ സുകന്യയോട് പലരും ചോദിച്ചതായി അവർ വെളിപ്പെടുത്തി, ഒരു വിവാഹമൊക്കെ കഴിച്ചുകൂടെ, ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയണമോ എന്ന്. അതിനവർ പറഞ്ഞ മറുപടിയായിരുന്നു രസകരം. 50 വയസ്സ് കഴിഞ്ഞ ഞാൻ ഇനി ഒരു വിവാഹമൊക്കെ കഴിച്ച് എനിക്കൊരു കുട്ടി പിറന്ന് അത് വളർന്നു വരുമ്പോൾ എന്നെ ഒരു പക്ഷേ അത് അമ്മൂമ്മേ എന്ന് വിളിച്ചാലോ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ കഴിഞ്ഞു പോയേക്കാം എന്നായിരുന്നു സുകന്യ പറഞ്ഞത്. ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും ധീരമായി നേരിട്ട പെൺകരുത്തിൻ്റെ പ്രതീകമായി അവരെ നമുക്ക് വിലയിരുത്താം. വീണ്ടും അടുത്ത അനുഭവകഥയുമായി ഞാൻ എത്താം. അതുവരെ നന്ദി, നമസ്കാരം.